പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ദൈവം നമ്മളെ കൈവിടത്തില്ല. നമുക്ക് ഏത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ദൈവം കൂടെയുണ്ടെന്നും ആ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ലെന്നും ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടതയിലും ഏത് ഞെരുക്കത്തിലും ഏത് തളർച്ചയിലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും ചിന്തകളിൽ ഉണ്ടായിരിക്കണം, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ലൂക്കാസ് സുവിശേഷകൻ 1:37 പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. രോഗത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ, കടബാധ്യതയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ജോലി മേഖലകളുടെ തടസ്സങ്ങൾ നേരിടുമ്പോൾ, വിവാഹ മേഖലകളിൽ തടസ്സം നേരിടുമ്പോൾ, ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ വിശ്വസിക്കണം, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ജനനം ദൈവം പ്രത്യേകമായിട്ട് സക്രിയ പ്രവാചകനും എലിസബത്തിനും വലിയൊരു കൃപയാണ് നൽകുന്നത്. നമ്മൾ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്കറിയാം, അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിയോടെ നീതിനിഷ്ഠയോടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. പുരോഹിതനായ സക്രിയ ദൈവത്തിന് ആരാധന ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളുണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും അവർക്ക് മക്കളില്ലായിരുന്നു. എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരുടെയും പ്രായം കവിഞ്ഞതുമായിരുന്നു. എന്നിട്ടും അവർ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരിക്കലും പിന്മാറിയില്ല. ദേവാലയത്തോടും ദൈവത്തോടും ചേർന്നാണ് അവർ ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ മക്കളില്ലെന്ന് പറയുന്നത് വലിയ ശാപമായിട്ടും ഇല്ലെങ്കിൽ ദൈവം കൈവിട്ട അവസ്ഥയായിട്ടൊക്കെയാണ് കരുതിയിരുന്നത്. എന്നിട്ട് പോലും ഈ പ്രതിസന്ധിയിൽ പോലും അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തയോട് അവർ ചേർന്ന് നിന്നു. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടില്ല. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം കൈവിട്ടു, ആരും കൂടെയില്ല, ശാപമാണ്, രോഗമാണ്, ബന്ധനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തളർന്നു പോകേണ്ടവരല്ല. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര വലുതാണെങ്കിലും ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാണെന്ന കാര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് ദൈവം അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്ന സക്രിയ പ്രവാചകനോട് സംസാരിക്കുന്നുണ്ട്, നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന്. അവന് പോലും അത് വിശ്വസിക്കാൻ പറ്റിയില്ല.
നമ്മൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു തകർച്ചയ്ക്കും നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പറ്റത്തില്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് പറ്റും. ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കണം. അത് നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം. ദൈവത്തോട് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം സകലതിനും മതിയായ ദൈവമാണ്. ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഏത് മേഖലകളിലും ദൈവത്തിന് ഇടപെടുവാനായിട്ട് സാധിക്കും. ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. എങ്കിൽ പോലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകരുത്, നമ്മൾ തളർന്നു പോകരുത്. ദൈവം കൂടെയുണ്ടെന്ന് നമ്മൾ പരിപൂർണമായി നമ്മൾ വിശ്വസിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരമുണ്ടെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്നും നമ്മൾ പരിപൂർണമായിട്ടും വിശ്വസിക്കണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തെ പറയുന്നുണ്ട്, ഞാൻ സകല മർദ്ദരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം സകലതിനും മതിയായവനാ. ദൈവം സർവശക്തനാ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. ആ ദൈവത്തിൽ നമ്മൾ പ്രത്യാശയോടെ നമ്മളായിരിക്കണം. ആ പ്രത്യാശയോടെ ദൈവത്തെ നമ്മൾ വിളിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന കടബാധ്യതയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് നമ്മളെ പരിപാലിക്കുവാനും നമ്മളെ സുഖപ്പെടുത്തുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പ്രതികൂലങ്ങളിൽ നമ്മൾ വീണു പോകരുത്. നമ്മൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ആ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ അവസാനിക്കുന്നിടത്ത്, മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ അവസാനിക്കുന്നിടത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിശ്വസിക്കണം. ഓരോ നിമിഷവും നമ്മൾ വിശ്വാസത്തിൽ വേണം മുൻപോട്ട് പോകാനായിട്ട്. ചില രോഗം വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോകരുത്. ഏത് പ്രതിസന്ധിയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും നമ്മൾ വളരണം. അതിനാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഫിലിപ്പിയർ 4:19 പറയുന്നുണ്ട്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മുൻപിൽ സാധ്യതകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്, നമ്മൾ തോറ്റുപോകരുത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാട് 14:14 പറയുന്നുണ്ട്, ശാന്തമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ തോറ്റുപോകുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ഭാരമേൽപ്പിക്കണം.
നമ്മൾ പരിപൂർണമായും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. വിശ്വാസ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാ. അവിടെ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടത്തില്ല. ഏത് പ്രതിസന്ധിയിലും നമ്മളെ നയിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവ തിരുസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായി നമുക്ക് സമർപ്പിച്ച് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം ഏറ്റുപറയാം. ഈ സമയം ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ ശക്തി, ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ കടന്നു വരട്ടെ. നമ്മുടെ രോഗാവസ്ഥകളിലേക്ക്, നമ്മുടെ കടബാധ്യതകളിലേക്ക്, നമ്മുടെ നിരാശകളിലേക്ക്, പ്രത്യാശയില്ലാത്ത അവസ്ഥകളിലേക്ക് ഈശോയെ നീ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് വിട്ടുകൊടുക്കാം. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവം സർവശക്തനാണ്. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മതിയായവനാണെന്ന് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയാം. രോഗങ്ങളെ സമർപ്പിക്കാം, കടബാധ്യതകളെ സമർപ്പിക്കാം, വിവാഹ തടസ്സങ്ങളെ സമർപ്പിക്കാം, മക്കളില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കാം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് എൻ്റെ കർത്താവിന് സാധ്യമാണ്. നമുക്ക് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും, ഈശോയെ ഈ കൂട്ടായ്മയിലേക്കും ദൈവമേ നിന്റെ ശക്തിയും നിന്റെ മഹത്വവും നിന്റെ കൃപയും കർത്താവെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ കൂടുതൽ പ്രത്യാശയോടെ നിന്നെ വിളിക്കുവാനും, കർത്താവെ നിന്നെ ആരാധിക്കുവാനും, നിന്നെ സ്തുതിക്കുവാനും, നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൂട്യൂബിലൂടെയും കർത്താവെ ഈ വചനം ശ്രവിക്കുന്ന അനേകരിലേക്ക് ഈശോയെ നിന്റെ കൃപയൊഴുകണമേ, നിന്റെ ശക്തി ഒഴുകണമേ. കർത്താവെ, ജോലി മേഖലകളിലും പല മേഖലകളിലും തടസ്സം നേരിടുന്നവരെ കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ആത്മാവ് തന്നെ ഇടപെട്ടുകൊണ്ട് കർത്താവേ ആ തടസ്സങ്ങൾ മാറ്റണമേ, അഭാരങ്ങൾ മാറ്റണമേ, നിരാശകളിൽ പ്രത്യാശ നൽകണമേ, ബന്ധനാവസ്ഥകളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കർത്താവേ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജെറമ്യാ 32:27 അഭിഷേകം ഈ സമയം ഈ കൂട്ടായ്മയിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിൽ നിറയട്ടെ, ഈ മക്കളിൽ നിറയട്ടെ, ഈ ദൈവജനത്തിൽ നിറയട്ടെ. വലിയ ആത്മീയമായ ഉണർവും കൃപകളും നൽകി അവിടുന്ന് നിത്യം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക്